വിത്തുകൾ മുളയ്ക്കാത്തതിനെ തുടർന്ന് നെൽകർഷകർ പ്രതിസന്ധിയിൽ. കുട്ടനാട്ടിലെ വിവിധ പാടശേഖരങ്ങളിലേക്ക് നൽകിയ വിത്താണ് കിളിർക്കാതെ കർഷകർക്ക് അധിക ബാധ്യതയായി മാറുന്നത്. ഇതോടെ പുഞ്ചകൃഷിയും വൈകുകയാണ്. സർക്കാർ നൽകിയ വിത്ത് മുളയ്ക്കാതെ വന്നതിനാൽ സ്വകാര്യ വ്യക്തികളിൽ നിന്നും വിത്ത് വാങ്ങിയതോടെ കർഷകർക്ക് പതിനായിരങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. സ്വകാര്യ വ്യക്തികളിൽ നിന്നും വാങ്ങിയ വിത്തും പല സ്ഥലങ്ങളിലും മുളയ്ക്കുന്നില്ല. കൃഷിഭവനിൽ നിന്നും കർഷകർക്ക് വിതയ്ക്കാനായി വിത്താണ് നൽകിയിരുന്നത്. ഒരേക്കറിന് 40 കിലോ വിത്താണ് കർഷകർക്ക് സൗജന്യമായി നൽകുന്നത്. ഇത് തികയാതെ വരുന്നതിനാൽ 10 കിലോ കൂടി വിത്ത് പുറത്തു നിന്നും വിലയ്ക്ക് വാങ്ങുകയാണ് കർഷകർ ചെയ്യുന്നത്. എന്നാൽ കൃഷിഭവനിൽ നിന്ന് ലഭിച്ച വിത്തും കർഷകർ പുറത്തുനിന്ന് വാങ്ങിയ വിത്തും ഒരുപോലെ മുളയ്ക്കാത്ത അവസ്ഥയിലാണിപ്പോൾ. അപ്പം വിത്തിന്റെ വിഷയത്തിൽ ഇത് ഗുണമേന്മയുള്ള വിത്ത് നൽകണമെന്നുള്ള ആവശ്യം കർഷകർ നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ട് അതിനുവേണ്ടി നിരവധിയായ പ്രക്ഷോഭങ്ങൾ വരെ നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ അതിനൊന്നും വേണ്ട രീതിയിൽ അതിൻ്റെ പരിഗണന കൊടുക്കാതെ ഇപ്പോഴും ഗുണമേന്മയില്ലാത്ത വിത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. അതിപ്പം സർക്കാരിൻ്റെ ഏജൻസിയാണെന്ന് പറഞ്ഞാലും അതുപോലെ സ്വകാര്യ ഏജൻസിയാണെന്ന് പറഞ്ഞാലും ഒക്കെ ഇപ്പോൾ അവരുടെയൊക്കെ ഏജൻസികളെ ആശ്രയിച്ച് വിത്ത് വാങ്ങേണ്ട അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർട്ടിഫൈഡ് ഏജൻസികൾക്കുള്ളായിരിക്കും വിത്ത് കൊടുക്കേണ്ടത്. ശരിക്കും വെച്ചാൽ വിത്തായിട്ടാണ് കൊടുക്കേണ്ടത്. മറിച്ച് നെല്ല് എന്ന നിലയിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ ഉടനെ വാരിക്കെട്ടി കൊണ്ടുവന്നേണ്ടത് വിത്തായിട്ട് കൊടുക്കുന്ന രീതിയാണ് ഇപ്പം കാണുന്നത്. അതുകൊണ്ടാണ് പലയിടത്തും ഇത് കിളുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഓരോ കർഷകനും ഈ ഇനത്തിൽ 10,000-കണക്കിന് രൂപ അധിക സാമ്പത്തിക ബാധ്യതയാണ് ഇതുമൂലം സംഭവിച്ചത്. 2 ആഴ്ച മുമ്പെങ്കിലും പുഞ്ചകൃഷി ആരംഭിക്കേണ്ടതായിരുന്നു. വിത്ത് മുളയ്ക്കാത്തതിനാൽ ഇത്തവണത്തെ കൃഷിയും വൈകും. പുറത്തുനിന്നും വില കൊടുത്തു വാങ്ങിയ വിത്തിന്റെ പണം കൃഷിഭവനിൽ നിന്നും ഇനി ലഭിക്കാനിടയില്ല. വീണ്ടും നിലമൊരുക്കുന്നതിനും മരുന്നടിക്കുന്നതിനുമായി ഏക്കറിന് 2,500 രൂപയിലേറെ തുക കണ്ടെത്തേണ്ട ഗതികേടിലാണ് കർഷകർ ഇപ്പോൾ ഉള്ളത്. അമൃത ന്യൂസ്, ആലപ്പുഴ.